നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ പുതിയ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പെയർസ് ഓഫ് ഇക്വേഷൻ ആണ്. ഈ ചാപ്റ്റർ സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷം ഓൾഡ് സിലബസിൽ 3rd ചാപ്റ്റർ ആയിരുന്നു. ഇപ്പോൾ അത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് പുതിയ സിലബസിൽ വന്നിരിക്കണം. പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അത്യാവശ്യമായിട്ടൊരു ഭാഗമാണ് നമുക്ക് എന്താണ് പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ പെയർസ് ഓഫ് ഇക്വേഷൻ അനുസരിച്ചാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണത് ക്രാക്ക് ചെയ്യണം. മറ്റുള്ള ഒരുപാട് ക്വസ്റ്റൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് എന്ത് ചെയ്യണം പെയർസ് ഓഫ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് വരാറുണ്ട്. ഓക്കെ, പെയർസ് ഓഫ് ഇക്വേഷനിൽ നമുക്ക് ബേസിക്കലി നമുക്ക് 3-4 എക്സസൈസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ശരിക്കും ഇക്വേഷൻ എന്താണെന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുക, അതിലൂടെ എങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് എക്സസൈസ് നമുക്ക് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് എന്താണ് ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അൺനോൺ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്തൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. ആ അറിയാത്തൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അൺനോൺ വേരിയബിൾ ഇപ്പൊ നമ്മൾ ഒരു വീട്ടിന്റെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ ഒരു 2 കിലോ പഞ്ചസാര വാങ്ങുകയാണ്. 2 കിലോ പഞ്ചസാര വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ഷോപ്പ് കീപ്പർ കൊടുക്കുന്നത് 50 രൂപയാണെന്ന് വിചാരിക്കുക. 50 രൂപ 2 കിലോ പഞ്ചസാരയ്ക്ക് 50 രൂപ കൊടുക്കുകയാണെങ്കിൽ 1 കിലോ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത വേരിയബിൾ ആണ് അല്ലേ. അപ്പൊ ആ 1 കിലോ പഞ്ചസാരയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും, അറിയാത്തൊരു വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് ഒരു ആൽഫബറ്റ്, അതായത് എക്സ് ആയിട്ടുള്ള ഒരു ആൽഫബറ്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ 2 കിലോ പഞ്ചസാരന്റെ വില 2 കിലോ പഞ്ചസാര പറയുന്നത് 2x ആണ്. കാരണം എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തു, പ്രൈസ് ഓഫ് 1 kg ആയിട്ട് എടുത്തു. 1 kg എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്താൽ 2 kg എത്രയായിരിക്കും, 2x ആയിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ എത്രയായിരിക്കും, 50 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1 കിലോ പഞ്ചസാര, അപ്പൊ 1 കിലോ പഞ്ചസാര പറയുമ്പോൾ എത്രയാണ്, എക്സിന്റെ വാല്യൂ അല്ലേ. അപ്പൊ 2x എന്ന് പറഞ്ഞാൽ 2 × x എന്നാണ് അർത്ഥം. അപ്പോ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും, ഈ 2 × ഈക്വൽ ടു ഇപ്പുറത്ത് എന്തായിട്ട് മാറും, ഡിവൈഡ് ആയിട്ട് മാറും. അപ്പൊ 50 / 2 അത് 25 രൂപയായിട്ട് മാറും. 25 rupees ആണ് എന്ന് പറയുന്നത് 1 kg ഓഫ് ഷുഗറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ ഈ 1 kg ഓഫ് ഷുഗർ എന്ന് പറയുന്നതാണ് നമുക്ക് അറിയാത്ത വാല്യൂ. അപ്പൊ അറിയാത്ത വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, എക്സ് എന്ന് പറഞ്ഞ അൺനോൺ വേരിയബിൾ നമ്മൾ നേടുന്നത് യൂസ് ചെയ്യാനായിട്ട് പോയത്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോക്സ് കൺസിസ്റ്റ് ഓഫ് 100 ബീഡ്സ് ആണ്. അപ്പൊ ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. അതായത് അതിൽ 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. അതായത് നമുക്ക് ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ട്, ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, വൈറ്റ് ബീഡ്സും ഉണ്ട്, ബ്ലാക്ക് ബീഡ്സും ഉണ്ട്. രണ്ടും കൂടിയുള്ള ടോട്ടൽ എന്ന് പറയുന്നത് 100 ബീഡ്സ് ആണ്. ഓക്കെ, അതില് വൈറ്റിനെക്കാളും 10 കൂടുതലാണ് എന്ത് പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വൈറ്റ് എന്ന് പറയുന്നത്, ബ്ലാക്ക് എന്ന് പറയുന്നത് വൈറ്റിനെക്കാളും 10 കൂടുതലാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ രൂപത്തിൽ എഴുതാനായിട്ട് പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, ഇക്വേഷൻ രൂപത്തിലാണെങ്കിൽ നമുക്ക് അറിയാത്ത 2 ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ, ഒന്ന് ബ്ലാക്കും ഉണ്ട്, ഒന്ന് വൈറ്റും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഏതെങ്കിലും ഒരു ആൽഫബറ്റ് കൊടുക്കാം. അതായത് നമുക്ക് എക്സ് ആണ് നമ്മൾ സാധാരണ കൊടുക്കുക, അപ്പൊ എക്സ് കൊടുക്കും. വൈറ്റിന് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ലെറ്റർ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈറ്റിനേക്കാളും 10 കൂടുതലല്ലേ. അപ്പോ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എത്രയായിട്ട് മാറും, വൈറ്റ് എക്സ് ആണെങ്കിൽ എക്സിന്റെ കൂടെ 10 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ബ്ലാക്ക് ബീഡ്സ് കിട്ടും. നമുക്കറിയാം ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടി ടോട്ടൽ എത്രയാണ്, 100 ആണ് അല്ലെ. വൈറ്റ് ബീഡ്സ് എക്സ് ആണ്, ബ്ലാക്ക് ബീഡ്സ് എക്സ് പ്ലസ് 10 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് ബീഡ്സും ബ്ലാക്കും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100 ബീഡ്സ് കിട്ടും. അപ്പൊ നമുക്കറിയാം വൈറ്റ് ബീഡ്സ് പ്ലസ് ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു 100 ആണ്. വൈറ്റിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ബ്ലാക്കിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, എക്സ് പ്ലസ് 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും കൂടി കൂട്ടി നമുക്ക് എത്ര കിട്ടും, 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും, 2x 2x ഉണ്ടാവും അല്ലെ, പ്ലസ് 10 ഈക്വൽ ടു 100 ആണ്. ഈ 10 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും മാറും, അത് ഇവിടെ പ്ലസ് സൈൻ ആണ്,
ടെന്നിന്റെ അടുത്തുള്ള സൈൻ, ടെന്നിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ ഏതാണ്? പോസിറ്റീവ് ആണ്. അത് ഈക്വൽ ടു ഇപ്പുറത്ത് മുമ്പത്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പോ 2x വാല്യൂ എത്രയാണ്? 100 മൈനസ് 10 ആവും. എത്രയാണ്? 90 ആവും. അപ്പൊ 2x വാല്യൂ 90 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 2 ഇങ്ങോട്ട് മുമ്പത്തായിട്ട് മാറും, ഡിവൈഡ് ആയിട്ട് മാറും. 90 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 45 ആവും. അതായത് എക്സിന്റെ വാല്യൂ 45 ആണ്. എക്സിന്റെ വാല്യൂ 45 ആണെങ്കിൽ വൈറ്റ് ബീഡ്സിൽ നമ്മൾ കൊടുത്തത്, ഇപ്പൊ വൈറ്റ് ബീഡ്സ് എത്ര ഉണ്ടാവും? 45 ഉണ്ടാവും. 45 വൈറ്റ് ബീഡ്സ് ആണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് എത്രയായിരിക്കും? അതിനേക്കാളും 10 കൂടുതൽ. അപ്പോ വൈറ്റ് ബീഡ്സ് ഈക്വൽ ടു വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 45 ആണ്. അപ്പൊ ബ്ലാക്ക് ബീഡ്സ് എന്തായിരിക്കും? ബീഡ്സ് എന്ന് പറയുന്നത് 45 പ്ലസ് 10 ഈക്വൽ ടു 55 ആണ്. 55 ബ്ലാക്ക് ബീഡ്സും 45 വൈറ്റ് ബീഡ്സും കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബേസിക് ഇക്വേഷൻ ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.